കോമഡി എലമെന്റുകളൊക്കെ നിറച്ച തിയേറ്ററുകളിൽ രസിപ്പിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഹൃദയപൂർവ്വം. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തിന്റെ സക്സസ് ടീസറും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അതിനിടയിൽ ചർച്ചയായി ചിത്രത്തിലെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവ്വം ഓണം റിലീസായിരുന്നു തിയേറ്ററുകളിലെത്തിയത്. ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റമാണ് ചിത്രം കാഴ്ചവെച്ച് മുന്നോട്ട് കുതിക്കുന്നത്. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 63 കോടി കളക്ഷൻ നേടിയപ്പോൾ വിദേശത്തു നിന്നു മാത്രം 27 കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത്. ഈ കണക്കുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ചിത്രം 100 കോടിക്ക് അടുത്തേക്ക് കടക്കുകയാണെന്നാണ് ആരാധകർ ഒന്നടങ്കം കണക്കുകൂട്ടുന്നതും. ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തിന്റെ സക്സസ് ടീസറും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ലാലേട്ടന്റെ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും ബെസ്റ്റ് ലുക്കാണ് ഈ ഫിലിമിനുള്ളത്. താടി പോയാൽ അഭിനയിക്കാൻ പറ്റില്ലെന്നു പറഞ്ഞ പുച്ഛിച്ചവർക്കുള്ള മറുപടി തന്നെയാണ് ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ തിരിച്ചു നൽകിയത്. ജഗതി ചേട്ടൻ മുതൽ ഇപ്പോഴത്തെ പിള്ളേരുമായും കെമിസ്ട്രി വർക്കൌട്ടാകുന്ന ഒരേ ഒരു നടനാണ് ലാലേട്ടൻ. ഹാട്രിക് വിജയങ്ങൾ, ഹാട്രിക് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ, റീ റിലീസ് ഉൾപ്പെടെ 4 എണ്ണം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പകരം വെക്കാൻ ആരുമില്ല, ഒരേ ഒരു രാജാവ്. എന്നും എപ്പോഴും പോലത്തെ വൈബുള്ള ഒരു സിനിമ. ഹൃദയപൂർവ്വം ലാലേട്ടൻ തുടരുമെന്നൊക്കെയാണ് ഈ ടീസറിന് താഴെ വരുന്ന കമന്റുകൾ. ഇതൊക്കെ തന്നെയാണ് ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത്. മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് സത്യനന്ദിക്കാട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ പിറന്നിരിക്കുന്നത് ഒരു അത്ഭുത സിനിമ എന്ന് തന്നെയാണ് മലയാള സിനിമ പറയുന്നത്. സിനിമയുടെ തിരക്കഥയ്ക്കും മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ തന്നെ ലഭിക്കുന്നുണ്ട്. റിലീസ് ചെയ്ത് 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം ഓരോ ദിവസം കോടികൾ തന്നെയാണ് സ്വന്തമാക്കുന്നതും. എന്തായാലും ചിത്രം റിലീസ് ചെയ്തതിനു പിന്നാലെ പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും അടക്കം പ്രശംസകൾ നേടുകയാണ്. ആശ്രവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ കാലത്തിനു ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് ചിത്രം കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത്. സംഗീത് മോഹൻലാൽ കോംബോയും കയ്യടി നേടുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ തുടരും എന്നിവയ്ക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനാകും മോഹൻലാൽ ഒരുങ്ങുന്നത് എന്നതാണ് പ്രേക്ഷകരുടെയും പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.